പ്രസിഡന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ഇവിടെ എത്തിയിട്ടുള്ള നമ്മളിപ്പോൾ ഉദ്ഘാടനം ചെയ്ത് സോജൻ അച്ഛൻ, പിന്നെ വി അബ്ദുൽ അസീസ് പ്രസിഡന്റ്, പിന്നെ നമ്മളെ സെക്രട്ടറി റഷീദ് ഖാൻ, എല്ലാവർക്കും വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഈ റഷീദ് ഖാൻ എന്ന ആളാണ് എന്നെ ആദ്യമായിട്ട് ചെറുവണ്ണൂരിൽ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിപ്പോൾ 4ാമത്തെ പരിപാടിയിലാണ് ഞാൻ എത്തുന്നത്. എന്നെ എവിടെ ഒരുപാട് പരിപാടികളിൽ പോണ്, അവിടെയൊക്കെ പോയി ഓരോ ക്ലാസ്സുകൾ എടുക്കണം. ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച കഥകൾ, ഞാൻ എന്തിലൂടെ സഞ്ചരിച്ചു, എന്തൊക്കെ ചെയ്തു, ഏതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ മക്കളൊന്നും ഇതിലൂടെ വരരുത്, നിങ്ങളെ മക്കളൊന്നും ഞാൻ ചെയ്ത പോലെ ആവരുത്, എൻ്റെ അനുഭവം നിങ്ങളെ മക്കൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള അതുകൊണ്ടാണ് ഞാൻ അതിനൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ റഷീദിക്കിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കും, എന്താ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സപ്പോർട്ടാണ്. അങ്ങനെ ഈ റഷീദൊക്കെ പറഞ്ഞാൽ ഞാൻ ഇന്നും ഇവിടെ എത്തുമ്പോഴും വന്നപ്പോഴും എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ മൂപ്പരോട് എനിക്ക് അത്രയും ഒരു കടപ്പാടുണ്ട്, അത് ഞാൻ പറയാണ്. മൂപ്പരെടുത്ത് പറയാൻ കാരണം ഇപ്പോൾ ഇതാണ്, ഞാനിപ്പോൾ 4ാമത്തെ പരിപാടിയായിട്ടും കുറേ പരിപാടികൾ പോയിട്ടും അതിൽ വ്യത്യസ്തനായ ഒരാളാണ് ഈ റഷീദൊക്കെ ഇവിടുത്തെ സെക്രട്ടറി, നിങ്ങൾ അറിയണ്ടോ. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുള്ളത് ബോധവൽക്കരണ ക്ലാസ് എന്നൊരു ദൗത്യത്തോടു കൂടിയാണ്. ഈ ബോധവൽക്കരണ ക്ലാസ് എന്താണ് MDMA ഒരു കഥ പറയാൻ വന്നതായിരുന്നു. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളാരും MDMA കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ വീട്ടിൽ കല്ലുപ്പ് കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ കറിയിലിടുന്ന കല്ലുപ്പ്, ആ സാധനമാണ്. അതുപോലത്തെ ഒരു സംഭവമാണ് കല്ലുപ്പ്, നമ്മളെ അജിനാമോട്ടോ, കൽക്കണ്ടം എന്നൊക്കെ രീതിയിലാണ് ഈ സംഭവം ഉള്ളത്. അതൊക്കെ പറയണത് എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലും നമ്മളിങ്ങനെ റൂമിലൊക്കെ, നമ്മളെ മക്കളെ റൂമിലൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കുമ്പോൾ അത് അമ്മ അപ്പ അല്ലെങ്കിൽ അച്ഛ എന്നൊക്കെ പറയാം, അത് കൽക്കണ്ടാണ്, അല്ലെങ്കിൽ അത് വേറെ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല രീതിയിൽ ഞാൻ അടക്കൻ്റെ വീട്ടിൽ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട് അത് കൽക്കണ്ടം ആണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ വിചാരിക്കും ആ കൽക്കണ്ടാണ്. അന്ന് MDMA ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഇവിടെ കോഴിക്കോട് വന്നിട്ടാണ്. ഞാൻ പറഞ്ഞത് 22 വയസ്സ് വരെ ഞാൻ ഡിഗ്രി കോളേജ് പഠിത്തം കഴിഞ്ഞിട്ടും ഒരു സിഗരറ്റ് പോലും വലിക്കാതെ നടന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഈ ലഹരി എന്നൊക്കെ പറഞ്ഞ സംഭവത്തിനോട് അത്രയും എതിരായിരുന്നു. ഞാൻ സിഗരറ്റ് വലിക്കുന്നവരോടൊക്കെ എനിക്ക് എതിരായിരുന്നു. അവരോടൊന്നും ഞാൻ ദേഷ്യപ്പെടും, സിഗരറ്റ് സ്മെല്ല് എനിക്ക് പറ്റൂല. അങ്ങനത്തെ ഒരു ടൈമിലാണ് ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ എനിക്കിത് MDMA ആണെന്ന് അറിയില്ല. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് നീട്ടുകയാണ് ഇത്. ഇപ്പൊ ഈ അച്ഛൻ പറഞ്ഞ പോലെ ഇതിന്റെ മഹിമകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് അന്ന് അതിന്റെ മഹിമകൾ എനിക്ക് പറഞ്ഞു തരുന്നു. ഇത് ഇങ്ങനെയൊക്കെയാണ്, അത് അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയുന്നത് ഉപയോഗിച്ച് നോക്കി, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ പറഞ്ഞു. പക്ഷെ എനിക്കിത് വേണ്ടെന്ന് എപ്പോഴും പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കത് അവിടുന്ന് ഉപയോഗിക്കാതെ അവരെ മുന്നിൽ നിന്ന് പോരാൻ പറ്റാതായി. ഇത് ഉപയോഗിക്കാതെ എന്നോട് ഇത് ഉപയോഗിക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് എനിക്ക് തരികയാണ്. പക്ഷെ ഞാനൊന്നും ഉപയോഗിച്ച് നോക്കി, അഡിക്ഷൻ ആവില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് അഡിക്ഷനായി. വീണ്ടും ഇത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി വരുന്നത്, ഉപയോഗിച്ചു കൊണ്ടിരിക്കണം, നാട്ടിലെത്തിയിട്ട് പിന്നെ ഉപയോഗിക്കാൻ തോന്നുന്നു. അങ്ങനെ ഉപയോഗിച്ച് ഇത് വലിയ തോതിൽ ഉപയോഗിക്കണം. അഡിക്ഷൻ എന്നുള്ള ലെവലിലേക്ക് നല്ലോണം ഉപയോഗിക്കണം, വലിയ തോതിൽ വാങ്ങിക്കണം. പൈസ ഉണ്ട്, ഇത് വാങ്ങിക്കാൻ പൈസ വേണം. നമ്മൾ ഈ സിഗരറ്റ് കടയിൽ നിന്ന് വാങ്ങണ പോലെ ചെറിയ തോതിൽ ചെറിയ പൈസക്ക് എല്ലാം കിട്ടുക. ഇതൊരു ചെറിയ സാധനം വാങ്ങിക്കാൻ തന്നെ 1500-3000 കൊടുക്കണം. വലിയ പൈസ വേണം ഇതിന്. എൻ്റെ കയ്യിൽ അന്ന് പൈസ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സുകൾ അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് ഇത് വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യം, അവരുടെ കയ്യിൽ പൈസ ഇല്ല. പക്ഷെ എൻ്റെ കയ്യിലന്ന് പൈസ ഉണ്ടായിരുന്നു. എനിക്ക് വണ്ടിക്കച്ചവടമായിരുന്നു, വണ്ടിയുടെ എല്ലാ പരിപാടിയും, വണ്ടിക്കച്ചവടം, എൻ്റെ കാർ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്കിത് വാങ്ങിക്കാനുള്ള ഇതുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അവർ എന്നെ കൊണ്ട് ഇത് ഉപയോഗിപ്പിച്ചിട്ട് പിന്നെ ഞാൻ അവിടുന്ന് അതുകൊണ്ട് വാങ്ങിക്കണം, ഇത് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നേരെ കയറിച്ചെല്ലാം ആരെ മുന്നിലും പോയി നിൽക്കാം. കള്ളു കുടിക്കുകയാണെങ്കിലും കഞ്ചാവ് വലിക്കുകയാണെങ്കിലും നമ്മളെ മുഖത്തുനിന്ന് സ്മെല്ലിൽ നിന്നൊക്കെ നമുക്ക് വീട്ടിലും ആരെ മുന്നിലും അവർക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ ഇത് തിരിച്ചറിയാൻ കഴിയില്ല. ഉപയോഗിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊന്നും നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. സ്മെല്ലും ഇല്ല, ഒന്നുമില്ല. നമ്മൾ നോർമലായിട്ട് നിൽക്കണം. നോർമലല്ല, നമ്മൾ നിൽക്കുന്ന ആളൊന്നുകൂടി ഇങ്ങനെ ആവും. ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ 2 അല്ല 3 ആണെന്ന് എനിക്ക് തോന്നും. എനിക്കാരും വിഷയമല്ല, ഞാൻ എന്നെ സംഭവം, ഞാൻ എന്നെ വലുത്, എന്തുമ്മ എന്ത് പോലീസ്, ഒരാളും എനിക്ക് വിഷയമല്ല എന്നുള്ള തോന്നും. അങ്ങനെ തോന്നിയിട്ട് പലതും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉമ്മാനെ വെട്ടിക്കൊന്നു, ഭാര്യയെ വെട്ടിക്കൊന്നു. അതൊന്നും വെട്ടിക്കൊന്നത് ആ വ്യക്തിയല്ല, അവന്റെ ശരീരത്തിലുള്ള ഈ MDMA എന്നുള്ള സാധനമാണ്. ഇതിന്റെ എഫക്റ്റ് നമ്മൾ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആരും വിഷയമല്ല എന്നുള്ളത് തോന്നും. അവിടെ നമ്മൾ എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞതാണ്, അപ്പൊ ഇവിടെ മഴ പെയ്യുന്നുണ്ട് കാരണം മഴ പെയ്യണം. അതാണ് അത് നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെറികൾ പറയും, അനാവശ്യങ്ങൾ പറയും. ഉപ്പയാണോ ഉമ്മയാണോ
ഒന്നും നോക്കാതെ പല രീതിയിലുള്ള അനാവശ്യങ്ങൾ പറയും. പക്ഷെ ഇതൊന്നും ഫസ്റ്റ് ടൈം ഇല്ല. ഇത് ഉപയോഗിച്ചിട്ടുള്ള ഫസ്റ്റ് ടൈം നമ്മൾ തോന്നില്ല. ഫസ്റ്റ് ടൈം നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ നോർമലായിട്ട് പോകും. ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഓരോ പ്രൊമോഷൻ കിട്ടുന്ന പോലെ നമ്മൾ 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലെത്തണം, 2ൽ നിന്ന് 3 എന്ന് പറഞ്ഞ പോലെ ഇത് ഉപയോഗിച്ച് അറിവുകൾ കൂടുക. അതുപോലെ ഇതിൽ സംഭവങ്ങൾ കൂടുക. ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ മൈൻഡുകൾ മാനസിക സമനില തെറ്റണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യണ്. എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് അതൊക്കെ നഷ്ടപ്പെടും. ഒരു കല്യാണം കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ട് തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ട്. എനിക്കിപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. എന്തിന്? ഒക്കെ എല്ലാവർക്കും പറയാനുള്ള ഒരു കഥയാണ്, ഒറ്റ കഥയാണ് എല്ലാവർക്കും പറയാനുള്ളത്. അപ്പോൾ എൻ്റെ കഥയെ ഞാൻ ജീവിച്ച എൻ്റെ കഥ തന്നെ ഇവർക്കും പറയാനുള്ളത്. ഇവരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഒക്കെ ഗേൾസാണ്, പെൺകുട്ടികളും ഓരോ വൈഫുകളാണ് മെസ്സേജ് അയക്കണം, വിളിക്കണം. അവരൊക്കെ പറയുന്നതാ, എൻ്റെ ഹസ്ബൻഡ് ഇത് ഞാനിതിൻ്റെ മുന്നേ മീഡിയയിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഇതുപോലെ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ റിപ്പോർട്ടർ ചാനലിലൂടെ വന്നിട്ട് ഓപ്പണായിട്ട് പറഞ്ഞു. അതെന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് എന്നെ കൊണ്ട് ഹാപ്പിയാണ്. ഞാൻ നിർത്തിയ കഥ പറയാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എല്ലാ വീട്ടിലും മാതാപിതാക്കൾ വിചാരിക്കണം എന്താ, എൻ്റെ കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എൻ്റെ കുട്ടി MDMA ഉപയോഗിച്ചിട്ടാണോ എന്ന് ആർക്കും അറിയില്ല. ആരും അറിയണില്ല എൻ്റെ കുട്ടിക്ക് എന്താണ് പ്രശ്നം, എന്താണ് ഇവൻ്റെ പ്രശ്നം എന്ന് ആർക്കും അറിയില്ല. പക്ഷെ എല്ലാവരും ചെയ്യണെന്താ, വയലൻ്റ് ആവണം. വീട്ടിൽ പ്രശ്നം ഉണ്ടാവണം, സംശയിക്കണം, ഓരോ ആളുകളെ സംശയിക്കണം. ഈ MDMA ഉപയോഗിക്കുന്ന ഫസ്റ്റുള്ള ആൾക്ക് എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റും കഴിഞ്ഞ് സെക്കൻഡ് ഘട്ടമാണ്. 4 ഘട്ടങ്ങളാണ് ഇതിന്. സെക്കൻഡ് ഘട്ടം സംശയമാണ്. ഇത് ഉപയോഗം കൂടുന്തോറും നമുക്ക് സംശയം തോന്നും. പിന്നെ വരുന്നതായിട്ട് സംശയമാണ്, എല്ലാവരും സംശയമാണ്. ഈ ഇരിക്കണപ്പോൾ ഒരു ആളുകളെ കുറച്ച് ഒരു കൂട്ടത്തിൽ വന്നിട്ട് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളൊക്കെ സംശയം തോന്നും. എന്നെ കുറിച്ചിട്ടാണോ നിങ്ങളവിടെ പറയണേ? എന്നെ നിങ്ങളൊരു കളിയാക്കി നോക്കിയതാണോ? വെറുതെ അങ്ങനെ തോന്നും. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ഘട്ടമാണ്, ആ സംശയത്തോട് കൂടിയിട്ട് 3ാമത്തെ ഘട്ടമാണ് വയലൻ്റ് ആവും. നമുക്ക് സംശയം തോന്നിയിട്ട് അത് കഴിഞ്ഞിട്ട് 3ാമത് നമ്മൾ ദേഷ്യപ്പെടും. വയലൻ്റ് ആവും എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്, അനാവശ്യം വിളിക്കണ്, തല്ലുണ്ടാക്കണ്, കൊല്ലടക്കം ചെയ്യും. 3ാമത്തെ ഘട്ടത്തിൽ വയലൻ്റ് ആവും. അത് കഴിഞ്ഞ് 4ാമത്തെ ഘട്ടം, ഇത് ഉപയോഗം കൂടുന്തോറും ലാസ്റ്റ് ഘട്ടത്തിലാണ് വയലൻ്റ് ആയാലും കഴിഞ്ഞ് ലാസ്റ്റ് ഘട്ടമാണ് നമുക്ക് മനം മടുക്കും. വയലൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും വെറുപ്പിക്കും. നമുക്ക് ലാസ്റ്റ് ഉണ്ടാവുക നമ്മളെ ഉപ്പയും ഉമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മളെ ഫാമിലി, നമ്മളെ വീട്ടിലുള്ളവർ മാത്രം, ഉപ്പയും ഉമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരടക്കം നമ്മളെ ഏട്ടനായാലും പെങ്ങളായാലും അടക്കം നമ്മളൊരു വെറുപ്പിച്ചിട്ട് ഓരടക്കം നമ്മളെ വിട്ടുപോയിട്ടുണ്ടാവും. ഫ്രണ്ട്ഷിപ്പുകളെല്ലാം തെറ്റും. എല്ലാവരും നമ്മൾ വെറുപ്പിച്ച് വയലൻ്റ് ആയിട്ട് എല്ലാവരും നമ്മൾ പച്ചക്കത് പറയാൻ പറ്റാത്തത് ചെയ്യാൻ പറ്റാത്തതൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഘട്ടമാണ് മനം മടുക്കുക. നമുക്കാരും ഇല്ല, ഞാൻ ഒറ്റക്കായി. മനം മടുക്കാറ് എനിക്കാരും ഇല്ല, ഞാൻ ഒറ്റക്കായി, ആർക്കും ഇപ്പം എന്നെ വേണ്ട എന്നുള്ള തോന്നല്, എനിക്കിനി ജീവിക്കണ്ട എന്നുള്ള തോന്നല് പോയിട്ട് ഒന്ന് കയറെടുക്കുകയും അല്ലെങ്കിൽ ട്രെയിനിന് മുന്നിൽ ചാടുക, അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് ഞാൻ മുറിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും. ആത്മഹത്യ ചെയ്തു പോവും. ഞാനടക്കം ശ്രമിച്ചിട്ടുള്ളതാണ്. ഞാൻ എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ആയിട്ട് ഞാനിത് വാങ്ങിക്കൽ തുടങ്ങി. വലിയ തോതിൽ വാങ്ങിക്കൽ തുടങ്ങി, ഉപയോഗിക്കൽ തുടങ്ങി. ഞാനത് ഡയലി ഉപയോഗിക്കാനാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഉറങ്ങൂല. ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓനക്ക് 2 ദിവസത്തോളം ഉറക്കം ഉണ്ടാവില്ല, ഉറങ്ങാൻ കഴിയില്ല. ഉറങ്ങാതെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ആ വ്യക്തി ഭക്ഷണം കഴിക്കൂല. ഉറക്കമല്ല, ഭക്ഷണമല്ല. ഒരു മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടതാകെ ഒന്ന് ഉറക്കാണ്, ഒന്ന് ഭക്ഷണം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ല, ഭക്ഷണമില്ല. അങ്ങനെ ആയിട്ട് പിന്നെയും ഇത് ഒരു ഉപയോഗിക്കുന്ന നല്ലൊരു MDMA നല്ല സാധനമാണെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തോളം നമുക്ക് ഉറങ്ങാതിരിക്കും. 2 ദിവസത്തോളം നമ്മൾ ഉറങ്ങാതെ നിൽക്കണം. ഉറങ്ങാതെ നിന്നിട്ട് 3ാമത്തെ ദിവസം അപ്പോൾ നമ്മളെ SI സാർ എത്തിയിട്ടുണ്ട്. ആൾക്ക് കുറച്ച് ധൃതി ഉണ്ടായതുകൊണ്ട് ഞാൻ സാറിന് മൈക്ക് കൈമാറാൻ കാണിച്ചു തന്നില്ല. സാറിന് കാണിച്ചു തരാൻ പറ്റും, പക്ഷെ എനിക്കത് കൊണ്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഓരോ സാധനങ്ങളും അത് എടുത്തെടുത്ത് കാണിക്കേണ്ട സാധനങ്ങളാണ്. ഈ നോട്ട്, ഇത് ഫസ്റ്റായിട്ട് ഒരാൾ ഉപയോഗിക്കുന്നത് നോട്ടില്ലേ, ഇപ്പൊ കാണിച്ച നോട്ടില് ഈ സാധനം ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കൽക്കണ്ടം പോലെ അതിലിട്ടിട്ട് അത് മടക്കി ഈ ATM കാർഡ് കൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് അത് മൂക്കിലൂടെ മൊബൈലിൽ ഇട്ടിട്ട് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. മൊബൈലുമ്പോ ഈ സാധനം വെച്ചിട്ട് ഈ നോട്ടിലിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് നോട്ട് മടക്കിയിട്ട് കാർഡ് കൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട്
ഇത് പൊടിച്ച ഈ നോട്ടിൽ നിന്നൊരു മൊബൈലിലേക്ക് ഇടും. എന്നിട്ട് അതിലിട്ടിട്ട് നല്ലോണം പൊടിച്ചിട്ട് നമ്മൾ നോട്ട് ചുരുട്ടും. ഈ നോട്ട് ചുരുട്ടിയിട്ടാണ് മൂക്കിലൂടെ വലിക്കുക ചെയ്യുന്നത്. അങ്ങനെ മൂക്കിലൂടെ വലിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴാണ് ഇതിന്റെ എഫക്റ്റ് നമ്മൾ തലച്ചോറിലേക്ക് എത്തുന്നത്. അതാണ് ഇത് ആദ്യമായിട്ട് MDMA ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുക ആദ്യമായിട്ട്. പിന്നെ അത് പ്രൊമോഷൻ കിട്ടിയിട്ടാണ് ഇപ്പൊ സാറ് കാണിച്ചത് ടെസ്റ്റ് ട്യൂബ്, ഗ്ലാസ് പൈപ്പ്, അതിന്റെ പേര് ഫ്യൂം പൈപ്പ് എന്നാണ്. ഫ്യൂം അത് ഈ വാങ്ങിക്കുക വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടൂല, നമ്മൾ ഓൺലൈൻ വഴി ഫ്ലിപ്കാർട്ട്, ആമസോൺ വഴിയാണ് ഇത് ഓരോരുത്തരും വാങ്ങിക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ മക്കളുടെ ഫോൺ ഇടയ്ക്ക് ചെക്ക് ചെയ്യാം. ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നുള്ള ആപ്പുകളൊക്കെ വെറുതെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹിസ്റ്ററിയിൽ കിടക്കണ്ടാവും. ഹിസ്റ്ററിയിൽ ഉണ്ടാവും ഈ സാധനം അതിൽ വാങ്ങിച്ചിട്ടുണ്ടാവും. അത് നമ്മളെ വീട്ടിലാണ് വരിക. നമ്മളാരും അറിയണില്ല. നമ്മളെ വീട്ടിൽ കൊറിയർ വന്ന് വാങ്ങുമ്പോൾ പൈസ കൊടുത്തിട്ട് 250-300 കൊടുത്ത് വാങ്ങിക്കണം. പെട്ടിന്റെ ഉള്ളിൽ എന്താ നമുക്കറിയില്ല. അതിൽ ഈ കൽക്കണ്ടം പോലത്തെ സാധനം ഇട്ടിട്ട് ലൈറ്റർ കൊണ്ട് അടിയിൽ ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് വരും ഒരു പുക വരും. അതിങ്ങനെ നമ്മൾ വലിക്കും. പുക വലിച്ചിട്ട് പുക ഇങ്ങനെ വലിക്കണ ഇങ്ങനെ കയറിയിട്ട് അങ്ങനെയാണ് ഈ MDMA ഈ ഗ്ലാസ് പൈപ്പിൽ ഉപയോഗിക്കാം. അത് രണ്ടാമത്തത്. ഫസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന് കൂടുതൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അതും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതൊന്നും ഈ രണ്ടും നമുക്ക് ഏൽക്കാതോ അതിലും നല്ലോണം എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ സിറിഞ്ചിലേക്ക് എത്തും. ഈ സിറിഞ്ച് ഇതാക്കിയിട്ട് നമ്മൾ ഞരമ്പിലൂടെ അടിച്ചു കയറ്റും. ഇതിലൂടെ അടിച്ച് കയറ്റിട്ട് ഒന്ന് ഏൽക്കാതെ വരുന്ന ഒരു കാലിന്റെ ഞരമ്പിലൂടെ അതിലൂടെ ഇത് സിറിഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം എന്നെ ഈ ഫ്യൂം പൈപ്പ് ഞാൻ ഉപയോഗിച്ച് നാളെയും ഈ നോട്ടത്തെ കഴിഞ്ഞിട്ട് ഫ്യൂം പൈപ്പൊക്കെ എത്തി. അതും കഴിഞ്ഞിട്ട് എന്നെ സിറിഞ്ചിലേക്ക് എന്റെ ഫ്രണ്ട്സുകൾ വിളിച്ച്. പക്ഷെ എനിക്ക് സൂചി കണ്ട എനിക്ക് പേടിയും. സൂചി കണ്ട എനിക്ക് തലറങ്ങും. സൂചി കാണുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് പോയില്ല. അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം ഈ സിറിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എഫക്റ്റ് നല്ലോണം എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ പിന്നെ അങ്ങനത്തെ ആളുകൾ നിർത്താൻ പണിയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത്, ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് ഈ സംശയവും വയലന്റ് ആവലും 3ാമത്തെ ഘട്ടത്തിലെത്തി. വയലന്റ് ആവല് ആയിട്ട് 2 വർഷമായി. 2 വർഷത്തോളം ഞാൻ അത് തുടർച്ചയായി ഉപയോഗിക്കുകയാണ്. കാരണം 2 ദിവസം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഉറങ്ങണം. 2 ദിവസത്തെ ഉറക്കല്ല, ഭക്ഷണമല്ല. 3ാമത്തെ ദിവസം നമ്മൾ കിടന്നുറങ്ങിപ്പോവും. നമുക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പൊ എനിക്ക് പുറത്തിറങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വണ്ടികളെ കച്ചവടം ആയതുകൊണ്ട് എനിക്ക് 3ാമത്തെ ദിവസം ഇങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പരിപാടികളൊക്കെ നഷ്ടപ്പെടുന്നുള്ളത് കൊണ്ട് ഞാൻ 3ാമത്തെ ദിവസം ഇത് ഉപയോഗിക്കുകയാണ്. അപ്പൊ 3ാമത്തെ ദിവസം ഉപയോഗിക്കുമ്പോൾ 3 ദിവസം ഞാൻ ഉറങ്ങാതിരിക്കുകയാണ്. അപ്പോഴെനിക്ക് ഈ 3 ദിവസം ഉറങ്ങാതിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങളാവാണ്. മാനസികമായിട്ട് പല പ്രശ്നങ്ങളും ആവണ്. അങ്ങനെ ആയിട്ട് പിന്നെ ഞാൻ കുറച്ച് ഉറങ്ങണ്. പിന്നെ എനിക്ക് ദിവസം എനിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് സാധാരണ ഒരു വ്യക്തിയെ പോലെ എനിക്ക് എണീറ്റ് നിൽക്കാൻ കഴിയുള്ളൂ. നിങ്ങളെപ്പോലെ ഇവിടെ നല്ലപോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിത് വേണം. MDMA വേണം. MDMA ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങും. എനിക്ക് നീച്ച് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇതിൽ അഡിക്ഷൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ വലിയ തോതിൽ വാങ്ങിക്കണം, ഞാൻ ഉപയോഗിച്ചിട്ട് ഈ പ്രശ്നങ്ങളായി, വയലന്റ് ആവലായി. സംശയം, പ്രശ്നങ്ങൾ, വയലന്റ് ആയിട്ട് എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണം, നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കണം. വീട്ടിൽ ഞാൻ എപ്പോഴേ വരുള്ളൂ. ഞാനിങ്ങനെ കറങ്ങി നടക്കുന്ന വ്യക്തിയാണ്. എറണാകുളം, കോഴിക്കോട്, ബാംഗ്ലൂരൊക്കെ ആയിട്ട് ഉണ്ടാവലും. എനിക്ക് എൻ്റെ 22 വയസ്സ് വരെ ഞാൻ എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഹോബി എൻ്റെ അംബീഷൻ. ഞാൻ കുറേ വണ്ടികൾ വാങ്ങണം, ഒരു ബിസിനസ്മാൻ ആവണമെന്ന് ഇതിൻ്റെ ആഗ്രഹം. കോളേജ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടും ഞാൻ ജേർണലിസമാണ് പഠിച്ചിരുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് കുറേ വണ്ടികളായിട്ട് നല്ല ബിസിനസ് ചെയ്ത് പോകണം, അതുപോലെ നല്ല ബിസിനസ് ചെയ്ത് പോവുകയും പിന്നെ ഈ സാറ് പറഞ്ഞ പോലെ ഇതിലുണ്ട് പെട്ടപ്പോൾ പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടത്, മുന്നോട്ട് എങ്ങനെയാണ്, ഞാൻ എന്താണ് ചെയ്യണത്, ഞാൻ എന്താണ് പ്രവർത്തിക്കണം, ഒന്നും എനിക്ക് അറിയാതായി. ഇതിൽ അഡിക്ഷൻ ആയിട്ട് പിന്നെ ഇന്നത്തെ ദിവസം കടന്നു പോവാ, ഇന്ന് എൻജോയ് ചെയ്യാം, നാളെ എന്താണെന്നുള്ളത് ഇല്ല. ഇന്ന് എൻജോയ് ചെയ്ത് അങ്ങനെ പോവാണ്. അങ്ങനെ ലാസ്റ്റ് എൻ്റെ വീട്ടിലൊക്കെ അറിഞ്ഞ് വീട്ടിലൊക്കെ ആകെ പ്രശ്നങ്ങളായി. ഞാൻ എൻ്റെ ഉപ്പാൻ്റെ ഇറങ്ങി കത്തി എടുത്തിട്ടുണ്ട്. എല്ലാവരും പറച്ചിലില്ല, അങ്ങനെ അവിടെ പ്രശ്നം ഉണ്ടാക്കി, ഉപ്പാനെ കൊന്നു, ഉപ്പാനെ വെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ട്. കാരണം എൻ്റെ വീട്ടിൽ ചെറിയൊരു വാക്ക് തർക്കത്തിന് ചെറിയൊരു പറഞ്ഞ് ഞാൻ ഉൾക്കൊണ്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഉപ്പാനോട് തർക്കിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. പക്ഷെ പിന്നെ എനിക്ക് പിടിച്ചിൻ്റെ കണ്ണൊക്കെ ചോദിച്ച് ഞാൻ വയലൻ്റായി, പ്രശ്നങ്ങളായി. വീട്ടിൽ അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവർക്ക് അപ്പോഴും മനസ്സിലാവണില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഇവരിങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കൽ തുടങ്ങി, ഞാൻ MDMA ആണ്. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്തിട്ട് എന്നെ ഒരു ഡീഅഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണം. എന്നെ കയ്യും കാലൊക്കെ പിടിച്ച് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞാൻ അത്രത്തോളം വയലൻ്റായി. ഇവരെ എൻ്റെ ഉപ്പ, ഉമ്മ, എൻ്റെ ഇക്കാക്ക, പിന്നെ എൻ്റെ അമ്മാവൻ, ഇവരെ 4 ആൾക്കാർ എന്നെ പിടിച്ചിട്ട് കിട്ടണില്ല. അവരൊക്കെ ഞാൻ ഇടിച്ച് മറിച്ചിട്ട് എന്നെ കയ്യും കാലം കെട്ടി ഡീഅഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി. അവിടെ എത്തിയിട്ട്
അവിടെ എത്തിയിട്ടും അവിടുന്ന് എന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താ വെച്ചാൽ 3 വർഷത്തിന് ശേഷമാണ് എന്നെ പോലത്തെ ഒരു പേഷ്യന്റ് ഇവിടെ വരുന്നത്. കാരണം അത്രത്തോളം ഞാൻ ഉപയോഗിച്ചിരുന്നു. ഇനി ഇത് ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവനക്ക് തിരിച്ച് ലൈഫില്ല. ഇവൻ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ എവിടെയും അങ്ങനെ ആയിട്ട് നടക്കും. അങ്ങനെയൊക്കെ നടന്നീന്ന് ഞാൻ വീട്ടിൽ പോവാതെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാത്ത ടൈമിൽ AC ഇല്ലാത്ത കാറിൽ നടക്കൂല. AC ഇല്ലാത്തൊരു കാറിൽ നടന്നില്ല. അത്രയും പൈസ ഉണ്ട്, നല്ല സെറ്റപ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് പുറത്തിറങ്ങണ്, അടിപൊളിയായിട്ട് നാട്ടിലൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ അതൊക്കെ തിരുത്തിയിട്ട് ഒന്നുമില്ല, ഒന്നും വിഷയമല്ലാതെ റോഡിലൂടെ ഒരു ഭ്രാന്തനെ പോലെ നടന്നിട്ടുണ്ട്. ഇതിൽ അത്രത്തോളം അഡിക്ഷൻ ആയിട്ട് ഇതിൽ നിന്ന് എനിക്ക് പിന്മാറണം, നിർത്തണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ആഗ്രഹമല്ല, ഗതികേടുകൊണ്ട് ഇതിൽ സംഭവിക്കുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുകൊണ്ടാണെന്നും മനസ്സിലാവും. പക്ഷെ ഒരാളെ മുന്നിൽ തോറ്റു കൊടുക്കില്ല എന്നുള്ളതിൽ ഞാൻ അത്രത്തോളം ചെയ്ത് കൂട്ടി. ഡീഅഡിക്ഷൻ സെന്ററിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടുന്ന് ഞാൻ വയലൻ്റായി അവിടുത്തെ ഗ്ലാസ്സൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങനെ എന്നെ മയക്ക് സൂചി വെച്ചിട്ട് എന്നെ അവിടെ കിടത്തി. മയക്ക് സൂചി വെച്ചിട്ടാണ് ഞാൻ മയങ്ങി കിടക്കുന്നത്. പിന്നെ അതിൽ നിന്ന് റെഡി ആകുമ്പോൾ പിന്നെ ഞാൻ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ അവിടെ 3 മാസം എന്നെ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഈ ഡീഅഡിക്ഷൻ സെന്ററിൽ. ഈ ഡീഅഡിക്ഷൻ സെന്ററിൽ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭ്രാന്താശുപത്രിയാണോ, അങ്ങനെയൊക്കെ പല തോന്നൽ. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഈ ഡീഅഡിക്ഷൻ സെന്റർ പറഞ്ഞാൽ നമ്മളവിടെ എത്തി അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. നമുക്ക് ഇങ്ങനത്തെ രോഗികൾ എന്ന് പറഞ്ഞാൽ MDMA ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇത് നിർത്താനുള്ള അവരുടെ ശരീരത്തിൽ നിന്നുള്ള ഇത് എത്രത്തോളം ഉപയോഗിച്ചിരിക്കണം, ആ ഉപയോഗിച്ചത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കെമിക്കൽ പുറത്തിറക്കണം. മരുന്ന് കഴിച്ചിട്ട് കറക്റ്റ് സമയത്ത് നമ്മൾ പുറത്താണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണില്ല, അതൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഡീഅഡിക്ഷൻ സെന്ററിൻ്റെ ഉള്ളിൽ കറക്റ്റ് സമയത്ത് ഭക്ഷണം, കറക്റ്റ് സമയത്ത് ഉറക്കം. ഇത് 1 മാസം കൊണ്ട് എന്നെ 3 മാസം അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത് അവിടുന്ന് 3 മാസം അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടുന്ന് പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ നിർത്തൂല, ഞാൻ MDMA നിർത്തൂല, എനിക്ക് MDMA വേണം തന്നെ ഇവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവിടുന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പറച്ചിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ പറ്റൂല എന്ന് തോന്നി. അങ്ങനെ 27 ദിവസമായപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് ഇനി നിർത്തൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ പറ്റൂല തോന്നിയിട്ട് ഞാൻ ഇവരോടൊക്കെ പറയാണ് ഞാൻ നിർത്തി, ഞാൻ നന്നായിക്കോളാം. നന്നായി എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ഡീഅഡിക്ഷൻ സെന്ററിൽ വാക്ക് കൊടുത്തിട്ട് എൻ്റെ 27 കഴിഞ്ഞ് 28ാമത്തെ ദിവസം എൻ്റെ വീട്ടുകാർ ഡീഅഡിക്ഷൻ സെന്ററിൽ ഇറക്കാണ്. അപ്പോൾ ഇതിന് ഞാൻ നോർമലായി അതുവരെ ഉപയോഗിച്ച എനിക്കൊന്നിനും പറ്റണില്ല. അവിടേക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് അത്രയും ഗൗരവം ഒരാള് എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഒരാളും വിഷയമല്ല, ഉപ്പാനും ഉമ്മാനൊക്കെ പച്ചത്തെറികൾ വിളിച്ചു പോയിന്ന് ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ നോർമലായിട്ട് ഇങ്ങനെ ഇറങ്ങണം. ഒന്നിനും കഴിയില്ല, ഒരു റോബോട്ട് പറഞ്ഞ സ്റ്റെക്കായിട്ടാണ് ഞാൻ ഇറങ്ങണം. കാരണം എൻ്റെ മേത്തൊന്നുമില്ല, പച്ചയായ മനുഷ്യൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങി. അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടും ഞാൻ വീട്ടിൽ വന്നിട്ട് ആദ്യം വിളിക്കണം എന്താ, എവിടുന്ന് ഇത് കിട്ടും, എവിടുന്ന് MDMA കിട്ടും, എനിക്ക് MDMA വേണ്ടത്. അവരുടെ മുന്നിൽ ഞാൻ കള്ളം പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങണത്. ഞാൻ വിളിച്ചു, ഓരോ വ്യക്തികൾക്ക് വിളിച്ചു. എന്നെ അവിടുന്ന് കൊണ്ടുപോകുന്ന തലേ ദിവസം ഞാൻ ഗുരുവായൂർ പോയിട്ട് 25,000 രൂപക്ക് MDMA മേടിച്ചു കൊടുന്നോ. അത് ഞാൻ അവിടെ എടുത്തു വെച്ചിരുന്നു, വീട്ടിൽ ഉപയോഗിച്ചിട്ട് എടുത്തു വെച്ചിരുന്നു. പക്ഷെ ഞാൻ വന്നിട്ട് ഞാൻ ആദ്യം പോയിട്ട് അന്വേഷിച്ചു, അവിടെ തപ്പി, പക്ഷെ അവിടെ ഇല്ല. ഞാൻ ചോദിച്ചു അത് അവിടെ, അത് ഇപ്പം കത്തിച്ചു പറഞ്ഞു. പിന്നെ എൻ്റെ കയ്യിൽ 10 രൂപ പോലും എടുക്കാനില്ല. ഇത് തുടങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിൽ അന്ന് 6 കാറുകൾ എൻ്റെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ജീപ്പ്, അങ്ങനെ മോഡിഫൈ ചെയ്ത കാറുകൾ ഒരുപാടുണ്ടായിരുന്നു പൈസ. പക്ഷെ ഈ ലാസ്റ്റ് ഇതിന് ഇറങ്ങി ഇത് നിർത്തണ ഇറങ്ങണ അന്ന് എൻ്റെ കയ്യിൽ വണ്ടികളില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പൈസ പോലും ഇല്ല. ഒരുപാട് ബാധ്യതകൾ ഞാൻ ഉണ്ടാക്കി വെച്ചു. കാരണം ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടികൾ ഞാൻ തൽക്കാലം എടുത്ത് പണയം വെക്കണം. ഇത് വാങ്ങിച്ചിട്ട് ഇത് വിൽക്കണം, ഇത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചെടുക്കണം എന്ന് വിചാരിക്കും. പക്ഷെ ഇത് വിൽക്കണില്ല. നമ്മൾ പറയണെന്താ ബിസിനസ്, അതൊരു ബിസിനസ്സായി കൂട്ടാണ്. ഇത് വാങ്ങിച്ചിട്ട് ഇത് നമ്മൾ വലിയ തോതിൽ വാങ്ങിക്കണം, നമുക്ക് വേണ്ടത് ഉപയോഗിക്കാം. പക്ഷെ ഞങ്ങളിത് ഉപയോഗിക്കലേ വിൽക്കല്ലേന്നു. ഞങ്ങളിത് വാങ്ങിച്ച് ഞങ്ങൾ തന്നെ ഇരുന്ന് ഉപയോഗിച്ചിട്ട് എല്ലാം എൻ്റെ ഇവിടെ ഉണ്ടായ ബിസിനസ്സുകളൊക്കെ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടൊക്കെ പോയി. വണ്ടികളും എല്ലാം നഷ്ടപ്പെട്ടു, ഫുള്ള് നഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ലേശം പോലും ഞാൻ ഒരുപാട് പേര് വിളിച്ചിട്ട് എനിക്കിത് കിട്ടണില്ല. കിട്ടാതായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവിടുന്ന് ആരും തരുന്നില്ല. അതുവരെ എല്ലാവർക്കും ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. എല്ലാവർക്കും എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വരും, ഇത് ഒരു ലേശത്തിന് കൊടുക്കണം 1500-3000. പക്ഷെ ഞാൻ അത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരാളായിരുന്നു. ഞാൻ എന്താ ചിന്തിക്കുക, എൻ്റെ നാട്ടിൽ പയ്യന്മാർ 2 ദിവസമൊക്കെ പണിക്ക് പോകും. 2 ദിവസം പണിക്ക് പോയിട്ട് പോലും 1500, 2 ദിവസത്തെ കൂലി 1500 രൂപ ആയിട്ട് പോലും വരും. 1500 രൂപക്ക് ഇത് വാങ്ങിക്കാൻ ഒരു ലേശം കിട്ടും. അത് ആ നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1500 2 ദിവസത്തെ പണിക്കൂലി അവിടെ കഴിഞ്ഞു ഉപയോഗിച്ച് അന്നത്തെ ദിവസം പോലെ ഇത് ഉപയോഗിച്ച്. പക്ഷെ ഇവരോട് ഞാൻ അന്ന് പറഞ്ഞെന്താ വെച്ചാൽ അവരെ വീടും ഇതൊക്കെ കുറച്ച് പാവപ്പെട്ട കുടുംബമാണ്. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട, നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നോളി ഉപയോഗിക്കാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അത്രയും ആളുകൾ
പൈസ കൊടുത്ത് വാങ്ങണവർ വന്നു. ഞാൻ ആരും പുതുതായിട്ട് തീ കൊടുത്തിട്ടില്ല. ഞാൻ ഒരുപാട് ആളുകൾ കോളേജ് പയ്യന്മാർ ഇവരോടൊക്കെ എൻ്റെ ഇങ്ങനെ കച്ചവടക്കാരുടെ ഇടയിൽ വരുമ്പോൾ പയ്യന്മാരൊക്കെ വരും, ഞാൻ അവർക്കൊന്നും കൊടുക്കരുത് പറഞ്ഞ് അങ്ങനെ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളും അങ്ങനെ കുറച്ചാൾ എനിക്കിത് സംസാരിക്കണം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സംസാരം കുറച്ചിങ്ങനെ അടിപൊളിയായിട്ട് ലാവിഷായിട്ട് ഇരിക്കലേ. ഞാൻ അവരോടൊക്കെ പറയും പുതിയൊരാൾ ഇതിലേക്ക് വരരുത്, വരുന്ന ആളുകളൊക്കെ ഉപദേശിച്ചിട്ട് ഞാൻ പറഞ്ഞയക്കലുണ്ട്. കാരണം ഞാനിത് അനുഭവിക്കണ എൻ്റെ അനുഭവം, ഞാൻ എന്തൊക്കെ ചെയ്ത് കൂടുന്നൊക്കെ എനിക്ക് തന്നെ അറിയാം. എന്നിട്ട് ഞാൻ സഞ്ചരിച്ച പാത എന്ന് പറഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾ അന്ന് പണ്ട് പറഞ്ഞത് എന്താ, ഓൻ കഞ്ചാവാ ആ ചെക്കൻ ആ ചെങ്ങായി എന്ന് പറയും. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചു പറയാം, അവള് ആ ആളെ വൈഫ് എന്നൊക്കെ പറയാം. അവരൊക്കെ എല്ലാവരും ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഞാൻ അത്രത്തോളം ആളുകളെ കണ്ടിട്ടുണ്ട്. എറണാകുളം ആയിക്കോട്ടെ, കോഴിക്കോട് ആയിക്കോട്ടെ. ഈ കോഴിക്കോടൊക്കെ ഉള്ള ഒരാള് എന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് അയച്ചിട്ട്, കാരണം ഞാൻ ഇങ്ങനത്തെ മെസ്സേജ് ഇങ്ങനത്തെ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ ഞാനത് ഉപയോഗിക്കുന്ന ആളാണ്. ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ സാധനം കൊടുന്നു തരുമോ, സാധനം കിട്ടുമോ. ഈ കോഴിക്കോടൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഓരോ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുടെ ഉമ്മ ഇവരടക്കത് ഉപയോഗിക്കണം, ഹസ്ബൻഡ് അറിയാതെ. കാരണം അവർക്കൊക്കെ ഏതൊരു വ്യക്തിക്കും അവർക്ക് മുന്നിലൊരു കഥ ഉണ്ട്. എന്താന്ന് വെച്ചാൽ മുന്നിലൊരു കഥ ആരാണ്, ആരെങ്കിലും ഒരാൾ അവർക്ക് കൊടുക്കണം. ഏതെങ്കിലും ഒരു വ്യക്തി അവർക്ക് കൊടുത്തിട്ടാണ്. ഒരു കടയിൽ പോയി വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം അല്ലത്. അവരെ വേണ്ടപ്പെട്ട ഒരാള്, അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ കൊടുത്തിട്ടാണ് ഇവരൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ അറിയണില്ല നമ്മളെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മളെ വീട്ടിൽ ഇത് ഉപയോഗിക്കണ്ടോ ഒരാൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ ആങ്ങള, എൻ്റെ ഹസ്ബൻഡ്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇപ്പൊ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇതിങ്ങനെ പ്രശ്നങ്ങളായി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മക്കള് ഇപ്പൊ പറഞ്ഞ പോലെ ഈ സാധനങ്ങൾ, ഇപ്പൊ നേരത്തെ കാണിച്ച സാധനങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവരോട് ചോദിക്കാണ്, ഇത് നിന്റെതല്ലേ ചോദിച്ചാൽ പറയും എന്റേതല്ല, മറ്റോൻ്റെ ആണ്, അത് ഓനാണ്, ഞാനല്ല, അതിൻ്റെ കൂട്ടുകാരനാണ്, ഞാൻ അങ്ങനത്തെ ആളല്ല, ഞാൻ ഉപയോഗിക്കൂല എന്നേ പറയുള്ളൂ. ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഉപയോഗിക്കുന്ന ഒരാളും പറയില്ല. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പിടിക്കപ്പെട്ടാലും അത് ഞാനല്ല എന്നേ പറയുള്ളൂ. അത് കാരണം ഞാനും പറഞ്ഞതാണ്. ഇപ്പൊ എല്ലാവരും അങ്ങനെ ഈ DAD സെന്ററിൽ ഇറങ്ങിയിട്ട് എനിക്കിത് കിട്ടാതായിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കണം. ഇത് ഒരു വ്യക്തികളും നിർത്തൂല എന്ന് പറയുന്നുണ്ട്, നിർത്താൻ കഴിയില്ല. ഇതൊരു ചതിക്കുഴിയാണ്. ഒരു ചതിക്കുഴിയിൽ വീണ് കഴിഞ്ഞാൽ ഇത് കയറി പോലെ റിസ്ക്കാന്ന് പറഞ്ഞ പോലെ ഈ ചതിക്കുഴിയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിർത്താൻ ഭയങ്കര റിസ്ക്കാണ്. ഞാൻ നിർത്തിയത് വെച്ചാൽ എന്നെ ഒരുപാട് ആൾക്കാർ ഉപദേശിക്കുന്നു, എൻ്റെ വീട്ടുകാർ, പോലീസുകാരടക്കം എന്നെ ഉപദേശിക്കുന്നു നിർത്തിക്കാളാം, എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാവും. അപ്പം ഞാൻ നിർത്തിയിട്ടില്ല. പക്ഷെ ഞാൻ നിർത്തിയത് എൻ്റെ സ്വയം തീരുമാനം കൊണ്ട് ഞാൻ നിർത്തിയതാണ്. ഞാൻ ഈ DAD സെന്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്കിത് തരാൻ ആളില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എൻ്റെ വണ്ടികളില്ല, എനിക്കൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? ഈ സാധനം ഉപയോഗിച്ച് ഇതിലേക്ക് വന്നത് കൊണ്ടാണ് എനിക്കിതൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള ചിന്ത. ആ ചിന്ത ചിന്തിച്ചിട്ടാണ് ഞാൻ അതൊക്കെ നിർത്തുന്നത്. ഇനി എനിക്കിത് വേണ്ട. ഒരാഴ്ചത്തോളം എനിക്ക് നിർത്താൻ പറ്റി. 1 മാസം അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഒരാഴ്ച നിർത്തി. അങ്ങനെ 2 ആഴ്ച ആവണ്. അപ്പോഴേക്കും അപ്പുറത്ത് കേൾക്കണ്, ഇന്നാളെ മകൻ നന്നായി, നിസാമ് നന്നായി, ഓൻ നല്ല ചെക്കനായി, ഓൻ നല്ല തടിച്ച് വെളുത്തുക്കണ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു രസം. അങ്ങനെ ഇവർക്ക് എന്നെ അത്രത്തോളം ആളുകൾ കുറ്റപ്പെടുത്തി പറഞ്ഞ ആളുകളൊക്കെ തിരുത്തി പറയാൻ തുടങ്ങി, ഓൻ നന്നായി. അങ്ങനെ ഞാനൊന്ന് നന്നാവുകയാണ്. 22 വയസ്സ് വരെ ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഈ 2 വർഷം ഞാനിത് ഉപയോഗിച്ചു. ഇനി എനിക്കിത് ഉപയോഗിക്കാതെ മുന്നോട്ട് പോയിക്കൂടെ എന്നുള്ള തോന്നലും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ നിർത്തി. അങ്ങനെ ഇനി എനിക്കിത് വേണ്ട എന്നുള്ള ഒറ്റ തീരുമാനം വെച്ചിട്ടാണ് ഞാൻ ഈ MDMA എന്ന സാധനം നിർത്തുന്നത്. നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ആളുകളോട്, എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു, എടാ അത് സീനാണ്, പ്രശ്നമാണ്, നിർത്തിക്കാള്. അന്ന് 2 ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. ആ 2 ആൾക്കാർ ഒരാളിനോട്, 2 ആൾ ഒരേ വർത്താനോട് പറഞ്ഞു, എന്ത് എടാ ഞങ്ങൾ ഈ ഉപയോഗിക്കണ മാതിരി ഉപയോഗിക്കണില്ല, ഇത് തിന്നുന്നില്ലേ. അന്ന് എന്നോട് പറഞ്ഞ 2 ആളുകളുണ്ടായിരുന്നു. അതിൽ ഒരാൾ DAD സെന്ററിൽ പോയിട്ട് ഇപ്പോൾ ഇറങ്ങി, ഒരാൾ ഇപ്പോഴും ജയിലിലാണ്. അന്ന് പറഞ്ഞ 1 വർഷത്തിന് മുന്നേ പറഞ്ഞ ആളുകൾ ഇപ്പോൾ ജയിലിലുമാണ്. ഒരാൾ DAD സെന്ററിൽ പോയി ഇറങ്ങി. കാരണം എന്നെക്കാളും പ്രശ്നമായി. ഇവരും വയലൻ്റായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവരെ വീട്ടുകാർ കൊണ്ടാക്കി ഒരാളെ ജയിലിൽ, അല്ല DAD സെന്ററിൽ ഒരാളെ 39 ഗ്രാം MDMA പിടിച്ചിട്ട് ജയിലിലാണ്. കാരണം ഇത് അന്ന് പറഞ്ഞ ആളുകൾ, അല്ല ഇന്ന് പറയുന്ന ആളുകൾ ഇന്നും തുടങ്ങുണ്ടാവും. പുതിയ ആളുകൾ ഇതിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ മക്കൾ എവിടെ പോണ്, മക്കൾ ആരുടെ കൂടെ പോണ്? എൻ്റെ വീട്ടിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ പഴയ ഗ്യാങ് നല്ല ഫ്രണ്ട്സുകളൊക്കെ പോയി. അവർക്കൊക്കെ പേടിയായി എൻ്റെ അടുത്ത് വരാൻ. കാരണം ഞാനിത് ഉപയോഗിക്കുന്ന ഒരാളാണ്. എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ അവരെയും പിടിക്കപ്പെടുമോ, അല്ലെ എൻ്റെ കയ്യിൽ നിന്ന് അവരെ യാത്ര ചെയ്യുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് പിടിക്കുമോ എന്നൊക്കെ തോന്നലായിട്ട് ഒരുപാട് ആളുകൾ എന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഈ ഗ്യാങ് മാറി ഇതിൻ്റെ ഗ്യാങ്ങായി. ഈ MDMA ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമായി ഞങ്ങൾ.
അങ്ങനെ ഓരോരുത്തർ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഉമ്മ ചോദിക്കും, ലാസ്റ്റൊക്കെ എൻ്റെ ഉമ്മ ചോദിക്കും ആ ചെക്കൻ എന്താ പാട് ചോദിക്കും, ഓ നല്ല ചെക്കനാ, ഓ എന്നെക്കാളും മോശം, എന്നെക്കാളും ഇതിലുള്ള ആളുകളാവും. ഞാൻ പറയും നല്ല ചെക്കനാന്ന് പറയും. അങ്ങനെ ഇല്ല, എല്ലാവരും നല്ലതാണെന്ന് പറയും. ലാസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും അറിഞ്ഞ്, നാട്ടിൽ മൊത്തം അറിഞ്ഞ്, അതിങ്ങനെ ഞാൻ ഇത് നിർത്തി കഴിഞ്ഞിട്ടും ഞാനിങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു 3 മാസത്തിലേറെ ഞാൻ, ഒരു 3 മാസം 4 മാസമായി ഉണ്ടാവും ഞാൻ മീഡിയേൻ്റെ മുന്നിൽ വന്ന് പറയാൻ കാരണം ആർക്കും അറിയണില്ല ഇതെന്താണ് സംഭവം, എന്താണ് ഇവിടെ നടക്കണേ. ഇപ്പൊ താമരശ്ശേരിയിൽ ഒരുത്ത അവൻ്റെ ഉമ്മാനെ വെട്ടിക്കൊന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മീഡിയേൻ്റെ മുന്നിൽ വന്ന് പറയണത്. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇത് ആ പയ്യനല്ല അവൻ്റെ ഉമ്മാനെ കൊന്നത്, അവൻ നോർമലായിട്ട് ചെയ്തതല്ല, അവൻ്റെ ശരീരത്തിലുള്ള കെമിക്കലാണ് MDMA ഉമ്മാനെ കൊന്നത്. കാരണം ഒരാൾക്കും അറിയണില്ല ഇതെന്താണ്, ഒരാളും പറയില്ല, ഒരാൾക്കും പറയാൻ ധൈര്യമില്ല. MDMA ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ ലോകം മൊത്തം വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ MDMA ഉപയോഗിച്ച വ്യക്തിയാണ്. കാരണം എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ വീട്ടുകാരും ഞാനും ഹാപ്പിയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ നിർത്തിയിട്ട് ഞാൻ അടിപൊളിയായിട്ട് ഞങ്ങൾ പോകണം. പക്ഷേ ഒരുപാട് കുടുംബങ്ങൾ ഇത് കാരണം പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഞാൻ മീഡിയേൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നു. ഒരു ഉപ്പ വിളിച്ചിട്ട് അന്ന് എന്നോട് പറഞ്ഞു എൻ്റെ മോന് കഞ്ചാവ് നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് പ്രശ്നം. അവൻ തീരെ ഭക്ഷണം കഴിക്കണില്ല, ഉറങ്ങണില്ല, പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ചൂടാവുകയാണ് ഞങ്ങളോടൊക്കെ, എപ്പോഴെപ്പോഴും വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു അവൻ കഞ്ചാവല്ല, അവൻ MDMA ആണ് ഉപയോഗിക്കുന്നത്. എൻ്റെ മോൻ MDMA ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ അവൻ്റെ ഉമ്മ ലൗഡ് സ്പീക്കറാണ്, ഉമ്മ അപ്പോൾ ഓ MDMA ഒന്നല്ല, അവൻ കഞ്ചാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ കഞ്ചാവ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഉറങ്ങും, ഭക്ഷണം കഴിച്ച് നല്ലോണം ഉറങ്ങും. പക്ഷെ MDMA ആണ്, MDMAൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇനി എന്താ ചെയ്യുക ചോദിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്യുക എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ അവനോട് ദേഷ്യപ്പെടുക, അവൻ ദേഷ്യപ്പെടാതെ തന്നെ അവൻ ഞങ്ങളോട് ദേഷ്യപ്പെടുകയാണ്, കേൾക്കാൻ പറ്റാത്ത അനാവശ്യങ്ങൾ അവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു അവൻ അത്യാവശ്യം ഉപയോഗിച്ച ഒരാളാണ്, അതുകൊണ്ട് നിങ്ങൾ അവനൊരു DADC സെൻ്ററിൽ എത്തിക്കണം. DADC സെൻ്ററിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ ഈ DADC സെൻ്റർ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, DADC സെൻ്റർ നമ്മൾ കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവമാണ്, ഞാൻ ആയതുകൊണ്ട് പറയാം. അതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താനുള്ള, അതുവരെ അതിൻ്റെ ഉള്ളിൽ എത്താതെ നമ്മൾ നിർത്തണം എന്ന് ഇപ്പം അത്രത്തോളം അല്ലെങ്കിൽ കുറച്ച് ഉപയോഗിച്ച ഒരാളാണെങ്കിലും എനിക്ക് നിർത്തണം എന്ന് വിചാരിച്ചു കഴിയില്ല. നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ കെമിക്കലിൻ്റെ എഫക്റ്റ് ഉണ്ടാവും തോറും നമുക്ക് പിന്നെയും ഒരു 4 മാസത്തോളം നമ്മൾ നിർത്തി വെച്ചാലും എങ്ങനെയും പിടിച്ചെന്നാലും 4-ാമത്തെ ദിവസം കഴിയുമ്പോൾ പിന്നെ ഉപയോഗിക്കാൻ തോന്നും. ഈ കെമിക്കലിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ടെൻഡൻസി വരും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ കെമിക്കലിൻ്റെ എഫക്റ്റ് ഫുള്ളായിട്ട് പോകണം. അതുകൊണ്ടാണ് DADC സെൻ്ററിൽ പോകാൻ പറഞ്ഞു. DADC സെൻ്റർ പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ഇത് കിട്ടാതെ അവിടുന്ന് ഭക്ഷണം, ഉറക്കും, അതുപോലെ ഈ മരുന്നും കഴിച്ച് കറക്റ്റായിട്ട് നമ്മൾ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവൻ വിചാരിക്കുകയാണ് ഞാൻ ഒന്നും ഉപയോഗിക്കൂല എന്നുള്ള അവൻ്റെ ഒറ്റ മനക്കട്ടി കൊണ്ടാണെന്നുണ്ടെങ്കിൽ അവനക്ക് നിർത്താം. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് ഭാര്യമാര് ഒരൊക്കെ വിളിച്ചിട്ട് എല്ലാവർക്കും ഇതൊക്കെ പറയാനുള്ളത് ഞാൻ ഡിവോഴ്സാണ്, 1 മാസം മുന്നേ ഡിവോഴ്സായി, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്, എനിക്ക് പറ്റണില്ല, ഇയാളെ കൂടെ ജീവിക്കാൻ പറ്റണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഞാൻ എൻ്റെ ഉമ്മാനെ കൂട്ടി ഹോസ്പിറ്റലിൽ പോയി. ഉമ്മാക്ക് തലവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുന്ന് ഒരു സ്ത്രീ എന്നെ കണ്ടു. നിങ്ങളിങ്ങനെ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളല്ലേ ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ചെയ്തത് നല്ല കാര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എൻ്റെ ഹസ്ബൻഡ് ഞാനിപ്പോൾ 1.5 മാസമായിട്ട് ഡിവോഴ്സാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് പ്രശ്നം? ഈ പറഞ്ഞ പോലെ തന്നെ MDMA ഉപയോഗിച്ചിട്ട് വീട്ടിലെന്നും പ്രശ്നമാണ്, സംശയമാണ്, ഞാൻ മൂപ്പരെ ഹാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഞാൻ ഫോൺ ഹാക്ക് ചെയ്തു, എന്നെ ആരും പിടിപ്പിക്കുകയാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു സംശയം, എനിക്ക് ആളെ കൂടെ ജീവിക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ 1.5 മാസമായി ഡിവോഴ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിവോഴ്സ് ആയോ, നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ലാസ്റ്റ് എന്നോട് പറഞ്ഞു എന്ത് വെച്ചാലും ഇനി അയക്ക് തിരിച്ചു പോകരുത് കേട്ടോ, ജീവിതം നശിച്ചു പോകുന്ന അവർ എന്നോട് പറയാം, സങ്കടപ്പെട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ട് ജീവിതം നശിച്ചു പോയ ഒരാളാണ്, നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, അതിൽ ഞാൻ തിരിച്ചു വന്നതാണ്. അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാൽ നമ്മുടെ മക്കള് എവിടെ പോണ്, ആരുടെ കൂടെ പോണ്, നമ്മൾ പറയും ഏതൊരു വ്യക്തി, ഏതൊരു മക്കളായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവന്റെ പോക്കറ്റിൽ ഈ സാധനം ഇരിക്കുമ്പോൾ നമ്മൾ അറിയണില്ല, അവത് ഉപയോഗിച്ചിട്ടുണ്ടോ നമ്മൾ അറിയണില്ല. അവര് പറയാൻ എന്താ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാനത് ചെയ്തിട്ടില്ല എന്ന് ഉമ്മാനോടും ഉപ്പാനോടും പറയുള്ളൂ. അപ്പൊ നമ്മളെ മക്കൾ എവിടെ പോണ്, നമ്മളെ മക്കൾ ആരുടെ കൂടെ പോണ്,
എന്നിട്ടും അവരെപ്പോഴും തിരിച്ചു വരുന്നത് രാത്രി ഉറങ്ങുന്നുണ്ടോ, അവരെന്ത് ഫുഡ് കഴിക്കുന്നുണ്ടോ, ഉറങ്ങൂല. അവർ എന്താണ് ചെയ്യുന്നത്, ആരുടെ കൂടെ പോണ്, രാത്രി വീട്ടിൽ വരുന്നുണ്ടോ, നേരം വൈകി വരുന്നുണ്ടോ. രാത്രിയാണ് അധികം ആളുകളും ഇത് രാത്രിയാണ് ഉപയോഗിക്കുക. എൻ്റെ വീട്ടിലുണ്ടായതൊരു പ്രശ്നം എന്താ വെച്ചാൽ, എൻ്റെ ഉപ്പ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ഉപ്പ 10 മണിക്ക് ശേഷം വാതിൽ തുറന്നിരില്ല. അങ്ങനത്തെ ഒരു വീട്ടിൽ ഓരോ മാതാപിതാക്കളും ചെയ്യുന്ന കാര്യമാണ്. നമ്മളെ മക്കള് അവിടെ കിടക്കട്ടെ, പുറത്ത് അവനക്ക് വാതിൽ തുറന്നു കൊടുക്കണ്ടെന്ന് ഉപ്പ പറയും. പക്ഷെ ഉമ്മ തുറന്നു തരും. പക്ഷെ എൻ്റെ ഉമ്മാനടക്കം ഉപ്പ ചീത്ത പറഞ്ഞ് വിലക്കിയതും. പക്ഷെ അതെനിക്കൊരു അവസരം. ആ സമയത്ത് ഉപ്പ പറഞ്ഞിരുന്നു, ഓനക്ക് വാതിൽ തുറന്നു കൊടുക്കണ്ട, 10 മണി കഴിഞ്ഞാൽ വാതിൽ തുറന്നു കൊടുക്കണ്ട പറയും. ഞാൻ 10 മണി കഴിഞ്ഞ് എന്നാൽ വാതിൽ തുറന്നിരില്ല, ഞാൻ സിറ്റ് ഔട്ടിലാണ് കിടന്നത്. പിന്നെ അങ്ങനെ ആലോചിച്ചു. പിന്നെ ഞാൻ അങ്ങനെ അവർ രാവിലെ സുബഹി ബാങ്ക് കൊടുക്കുമ്പോഴാണ് അവർ ഡോറ് തുറക്കുക. അപ്പം ഞാൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ടാവും സിറ്റ് ഔട്ടിൽ. അപ്പം നേരെ മേലെ പോയിട്ട് കിടക്കും. പിന്നെ അങ്ങനെ ആലോചിച്ചു, ഇതെനിക്കൊരു അവസരമാണ്. പിന്നെ രാത്രി ഞാൻ ചെയ്യാൻ പറ്റുന്ന അലമ്പുകളും, എവിടൊക്കെ പോണ്, എന്തൊക്കെ ചെയ്യണം, ആരുടെയൊക്കെ കൂടെ പോണ് ഒന്നും അവരറിയണില്ല. ഞാൻ നേരെ സുബഹി ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ഞാൻ അവിടെ വന്ന് കിടക്കും. അതുവരെ ഞാൻ കറങ്ങി നടക്കും രാത്രി. അത് എനിക്കുള്ളൊരു ഇതായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന അലമ്പുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു. അപ്പൊ എൻ്റെ വീട്ടുകാർ അറിയണില്ല, എനിക്ക് അവരോട് പറയാനും പറ്റുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അവരും അറിയണില്ല. അപ്പൊ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ മക്കൾ അങ്ങനത്തെ സ്ട്രിക്റ്റായ നിയമങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ബാധിക്കാം. നമ്മളെ വീട്ടിൽ എത്രത്തോളം നമുക്കിങ്ങനെ നമ്മളെ മക്കളെ ദേഷ്യപ്പെട്ടിട്ടും ചൂടായിട്ടും അവരെ അടിച്ചിട്ടുമായിട്ടും നമുക്ക് കാര്യമില്ല. കാലം മാറി, പഴയ കാലമല്ല. പഴയ കാലത്തൊക്കെ നമ്മൾ 2 കിട്ടും 30 തല്ലുമെന്ന് പറയുമ്പോൾ പേടിച്ചിട്ടും ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ, ഈ ജനറേഷനിൽ നമ്മളെ മക്കളെ നമുക്ക് സ്നേഹം കൊണ്ടേ കീഴ്പ്പെടുത്താൻ കഴിയുള്ളൂ. നമ്മൾ ഇപ്പൊ ഇതൊക്കെ ഉപയോഗിക്കണ്ടോ നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ഇപ്പൊ അത്രത്തോളം ആളുകൾ, ഇന്നലെ അടക്കം ഞാൻ കണ്ടതാണ്, ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുക, നല്ലോണം സ്നേഹിക്കുക. അവരിങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോഴും നമ്മൾ വിചാരിക്കണതാ എൻ്റെ മോനല്ലേ, ഞാൻ പറഞ്ഞത് കേൾക്കുമല്ലോ എന്നുള്ളതിലാണ് എല്ലാവരും നമ്മളെ മക്കളെ കാണുക. പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ സ്നേഹം കൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാലും അവരോട് നമ്മൾ ഇങ്ങനത്തെ ആളുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് സ്നേഹിച്ചിട്ട് നമ്മൾ സെന്റിമെന്റല്ലേ അവരുടെ മുന്നിൽ നമ്മൾ കരഞ്ഞാലൊക്കെ അവർക്ക് നല്ലോണം വിഷമം വരും. ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കരഞ്ഞാലും, പക്ഷെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കഴിയില്ല, അവർ നമ്മളെന്തും ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ, ഇപ്പൊ കാണിച്ച സംഭവങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് ഇന്ന് മുതൽ നമ്മളെ മക്കളെ, പിന്നെ മക്കൾക്ക് മുമ്പ് വയസ്സൊന്നുമില്ല, 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികളടക്കം ഇത് ഉപയോഗിക്കുന്നുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും എന്നല്ല, പെൺകുട്ടികളും എല്ലാവരെയും നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോയിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഇങ്ങനത്തെ സംശയങ്ങളുടെ ഇപ്പൊ സാറ് നമ്പർ എന്നല്ല, സാറൊക്കെ വിളിച്ചറിയിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു നീട്ടണില്ല. അപ്പൊ എന്നാ ശരി, നമസ്കാരം. നന്ദി പറഞ്ഞു.